മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരിക്കുന്നു. വീണ്ടും ആറ്റിങ്ങലിലാണ് മുഖ്യമന്ത്രിക്കും വാഹന വ്യൂഹത്തിനും നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം തുടരുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും കരിങ്കൊടി കാണിച്ചിരിക്കുന്നു. ആറ്റിങ്ങൽ വെച്ചാണ് കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. അരുൺ, ഇന്നലെയും പലയിടങ്ങളിലും സംഘർഷങ്ങളുണ്ടായി. ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന സാഹചര്യമൊക്കെ ആറ്റിങ്ങലിൽ തന്നെ ഇന്നലെ ഉണ്ടായി. ഇന്നിപ്പോൾ അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ അതോ പോലീസ് അവരെ പിടിച്ചു മാറ്റുകയായിരുന്നോ? എന്താണ് അവിടെ നടന്നത്? ഇന്ന് ഇപ്പോൾ രാവിലെ തന്നെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. രണ്ടിടത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിരോധിക്കാൻ എത്തിയിരുന്നില്ല. ഏതായാലും രണ്ടിടത്തും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ, മന്ത്രിമാർ സഞ്ചരിച്ച ബസ്സിന് നേരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ചു. ഇന്ന് രാവിലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കരിങ്കൊടി പ്രതിഷേധങ്ങൾക്ക് തങ്ങൾ എതിരല്ല, പലപ്പോഴും തങ്ങനെ കരിങ്കൊടി കാണിക്കുമ്പോൾ കൈവീശിക്കാട്ടി മുന്നോട്ട് പോകാറുണ്ട്, പക്ഷേ ബസ്സിന് മുന്നിൽ ചാടുന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ശക്തമായ പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഈ ആറ്റിങ്ങലിൽ ഇപ്പോൾ തന്നെ രണ്ടിടത്ത് കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. ഇന്നലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. കരിങ്കൊടി കാണിക്കാനായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ഏറ്റുമുട്ടൽ. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസുകാർ മർദ്ദിച്ചു. കൊല്ലത്ത് കണ്ടതിന് സമാനമായ കാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ സംഘടിച്ചിരുന്നു. അവിടേക്ക് ഡിവൈഎഫ്ഐ എത്തുമ്പോൾ അവരെ ആക്രമിക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് ആറ്റിങ്ങൽ ചിറയൻകീഴ് മണ്ഡലത്തിലെ യോഗത്തിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും അല്പസമയം മുമ്പ് ഇതുവഴി പോയത്. തോന്നയ്ക്കലാണ് പരിപാടി. അതിനുശേഷം മറ്റു മണ്ഡലങ്ങളിലും ഇന്ന് ആറ്റിങ്ങൽ മാമത്ത് പരിപാടിയുണ്ട്. വെഞ്ഞാറമൂട് മണ്ഡലങ്ങളിലും ഇന്നത്തെ നവകേരള സദസ്സിന്റെ പൊതുയോഗങ്ങളുണ്ട്. അവിടെയുമൊക്കെ സമാന പ്രതിഷേധമുണ്ടാകുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കാൻ പ്രവർത്തകർക്കായോ അതിന് മുന്നിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരി, എന്തായാലും ആറ്റിങ്ങലിലും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ സംഘർഷങ്ങളിലേക്കൊന്നും കാര്യം പോയിട്ടില്ല. ഇന്ന് രണ്ടിടത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കൊടി വീശിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.